ഗുഡ് ഈവനിങ് ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സമയം അല്പം വൈകിപ്പോയി. എന്തായാലും കാറിൽ നിന്നൊരു മോചനമായി. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്ന് GST റീഫോംസ് 200+ പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ്. സെൻസെക്സ് പ്രീ മാർക്കറ്റ് സെക്ഷനിലെല്ലാം തന്നെ 1000 പോയിന്റിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു, കാണിച്ചിരുന്നു. എന്നാൽ ഒരു 800 പോയിന്റ് സെൻസെക്സ് ഒക്കെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടി. നിഫ്റ്റി +200 പോയിന്റ് കിട്ടി. എന്നാൽ ഈ പോയിന്റുകളൊന്നും തന്നെ നിലനിർത്താനായിട്ട് ഇന്ന് നിഫ്റ്റിക്കോ സെൻസെക്സിനോ ഒന്നും പറ്റിയില്ല. IT സെക്ടർ വീക്കായിരുന്നു. ഗ്യാപ്പ് അപ്പിൽ പോയ പല സ്റ്റോക്കുകളും പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവൽസിൽ കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം 24,960 മുകളിൽ മാർക്കറ്റ് പോയി. 25,000 മുകളിൽ പ്രീ സെക്ഷനിൽ പോയിരുന്നു. ഫസ്റ്റ് ക്യാനിൽ തന്നെ റെഡ്, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞ് 24,739 മാർക്കറ്റിൻ്റെ ക്ലോസ് ഉള്ളത്. എല്ലാവർക്കും ഹാപ്പി ഓണം, അത് പറയാൻ മറന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 200 പോയിന്റ് നിഫ്റ്റി ഇടിഞ്ഞു. IT സെക്ടറെല്ലാം തന്നെ വളരെയധികം വീക്കായിരുന്നു. M&M ആ ഒരു റാലി നിലനിർത്തി. GST റീഫോംസ് എല്ലാം തന്നെ M&Mൻ്റെ ട്രാക്ടർ ബിസിനസ് കൂടുമെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന എസ്കോട്ട് ഗുബൂത്ത, അതിൽ VST ട്രില്ലേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ നേട്ടം നിലനിർത്തി. ബജാജ് ട്വിൻസ്, അതായത് ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും നേട്ടം നിലനിർത്തി. അപ്പോളോ ഹോസ്പിറ്റലും പൊതുവേ പോസിറ്റീവായിരുന്നു. ഇനി ഓരോ സ്റ്റോക്കുകളുടെ GST ഇമ്പാക്റ്റ് നോക്കാം. ഐഷർ മോട്ടേഴ്സ് ഇന്ന് പോസിറ്റീവിലായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഈ നമ്മുടെ 350 cc താഴെയുള്ള ബൈക്കുകൾക്കെല്ലാം തന്നെ ഈ ഒരു GSTയിൽ ഒരു ഇളവ് ഉണ്ടായിരുന്നു, 28 നിന്ന് 18%. അപ്പോൾ ഐഷർ മോട്ടേഴ്സിൻ്റെ ഈ ഒരു ഇരുചക്രവാഹന വിപണിയിലെ 86% 350 cc താഴെയാണ് ബിസിനസ് നടത്തുന്നത്. അതുപോലെ തന്നെ അൾട്രാടെക് സിമെൻറ്റ് ഉൾപ്പെടെയുള്ള സിമെൻറ്റ് കമ്പനീസ്, മൊത്തത്തിലുള്ള സിമെൻറ്റ് കമ്പനീസിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർക്ക് GST എല്ലാം തന്നെ കട്ട് 28 നിന്ന് 18% കുറച്ചു. ഇനി കോൾഗേറ്റ് കമ്പനി, ഇവരെ സംബന്ധിച്ച് 100% ഇവരുടെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ GST 12 നിന്ന് 5% കുറച്ചു. ബ്രിട്ടാനിയ ഏകദേശം 85% ബ്രിട്ടാനിയയുടെ ബിസിനസ് ബിസ്ക്കറ്റും കേക്കുമാണ്. അപ്പോൾ ഈ മേഖലയിൽ GST കുറച്ചു. അതുപോലെ നെസ്ലെ 67% നെസ്ലയുടെ കോഫി, ചോക്ലേറ്റ് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ ഈ മേഖലയിൽ GST 18 നിന്ന് 5% കുറച്ചു. കൂടാതെ തന്നെ ന്യൂഡിൽസ്, മിൽക്ക് മെയ്ഡ് തുടങ്ങിയവയുടെയും GST കുറച്ചിട്ടുണ്ട്. ഇനി ഡാബറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഡാബറിൻ്റെ എല്ലാം തന്നെ GST പ്രകാരം ഇവരുടെ 18 നിന്ന് 5% മാറി. അപ്പോൾ ഇവരുടെ 25% ഓവറോൾ സെയിൽസ് വരുന്നത് ടൂത്ത് പേസ്റ്റും ഹെയർ ഓയിലും ഷാമ്പൂ ആണ്. അപ്പോൾ അവർക്കും GSTയുടെ ഗുണം കിട്ടി. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി 37% ഇവരുടെ ഓവറോൾ ബിസിനസ് സോപ്പ്, ഷാമ്പൂ, ടൂത്ത് പേസ്റ്റ്, ഹെൽത്ത് ഫുഡ്, ഡ്രിങ്ക്, കോഫി തുടങ്ങിയ ഐറ്റംസിനാണ്. ഇതിൻ്റെയും GST 18 നിന്ന് 5% കുറച്ചു. ബികാച്ചി ഫുഡ് കമ്പനി ഇവരുടെ 80 മുതൽ 85% വരെയുള്ള ബിസിനസ് നംകീൻ പോലെയുള്ള സ്നാക്സ് ആണ്. ഇതിൻ്റെയും GST 12 നിന്ന് 5% കുറച്ചു. ഇനി ബജാജ് കൺസ്യൂമർ കമ്പനി ഹെയർ ഓയിൽ, ടോട്ടൽ ബിസിനസ്സിൻ്റെ 83% അങ്ങനെയുള്ള ബിസിനസ്സാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെയും GSTയുടെ ഗുണം കിട്ടി. ഇനി ഫുട്വെയർ ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ മെട്രോ ബാറ്റ തുടങ്ങിയ കമ്പനീസ് 2,500 രൂപയിൽ താഴെയുള്ള ചെപ്പിൾസിൻ്റെ എല്ലാം തന്നെ GST കുറച്ചു. ഇതൊക്കെയാണ് ഓവറോൾ ഗുണം കിട്ടിയിട്ടുള്ള സെക്ടേഴ്സ്. കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല, സെക്ടേഴ്സ്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഇനിയും ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനൊരു ഷോർട്ട് ന്യൂസ് ചെയ്തതാണ്. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും എത്താം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. താങ്ക് യു.